നോക്കിയേ, നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ. ഇന്നൊരു സ്പെഷ്യൽ പടവലങ്ങ വെച്ചിട്ടൊരു സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചക്കക്കുരു വേണം, പിന്നെ ഉണക്കച്ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. അതിനടുപ്പത്തായിട്ട് തന്നെ ഈ ഒരു ചെമ്മീനും ഒന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റാവേ. അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ നാളേക്ക് ശേഷം വീണ്ടും ഒരു നാട്ടിൻ പുറത്തെ കറികളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ വേറൊരു പാത്രത്തിനകത്തോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഈ ചെമ്മീൻ്റെ തല കളയരുത് കേട്ടോ, സ്പെഷ്യൽ പ്രത്യേകം പറയാൻ, ചെമ്മീൻ്റെ തല കളയരുത്, അത് മാറ്റി വെച്ചിരിക്കണേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണോ? അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചുമന്ന മുളകും തേങ്ങയും കറിവേപ്പിലൊക്കെ വേണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങയും കറിവേപ്പിലയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കുറച്ച് ആ ചെമ്മീൻ്റെ തല, അതും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് പൊടിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ പാൻ വെച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കണക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കണം. അപ്പോൾ കടുകൊക്കെ അങ്ങനെ പൊട്ടട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇച്ചിരി മടി ഉണ്ടായിട്ടല്ല, ആക്ച്വലി എനിക്ക് മടിയാണ്, പക്ഷെ വേറെ കുറേ പ്രതിസന്ധികളിലായിപ്പോയി. പിന്നെ നമുക്ക് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാവേ. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ പടവലം ഒരുവിധമുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. എന്താണ് ഇഷ്ടമല്ലാത്തത്? അത് ഒരു ഒറ്റയ്ക്ക്, അതായത് പടവലം മാത്രമായിട്ട് വെക്കുമ്പോഴാണ് ആർക്കും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ പടവലം വ്യത്യസ്തമായിട്ടൊന്ന് വെച്ച് നോക്ക്, പിള്ളേർക്കൊക്കെ കൊടുത്തു നോക്ക്. നമ്മൾ ഈ ചിക്കൻ്റെയും ബീഫിൻ്റെയും പോർക്കിൻ്റെയും പിറകെ ഓടാതെ നാടൻ ഫുഡുകളും കൂടി ഒന്ന് കഴിക്കേട്ടോ. അപ്പോൾ ദേ പടവലം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കക്കുരു വേവിച്ച വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തില്ലേ, ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ എനിക്ക് ഈ നാട്ടും പുറത്തെ കറികളോടാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ കൂടുതലും കഴിക്കുന്നത് നാടൻ വിഭവങ്ങളോടാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഇനി നമുക്ക് ചക്കക്കുരു ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊക്കെ വരട്ടെ. ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് കേട്ടോ. അതേ താഴോട്ടൊക്കെ പോകണുണ്ടോ. ഇനി ആ ഒരു അരച്ചു വെച്ച ആ ഒരു കൂട്ടും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഇതിലെ ക്യാമറാമാൻ ഞാനാണ്, കുക്ക് ഞാനാണ്, എഡിറ്റിംഗ് ഞാനാണ്, ഇതെല്ലാം ഞാനാണ്. അതിൻ്റേതായ ഇതെല്ലാം വീഡിയോയിലുണ്ടോ അല്ലേ. അപ്പോൾ വേറെ ആരുമില്ല വീഡിയോ എടുത്തു തരാൻ. അവരൊക്കെ കാല് പിടിക്കേണ്ടി വരും ഒന്ന് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എടുക്കണേ. നമ്മളുടെ വിഭവം ഏകദേശമായി വന്നിട്ടുണ്ട്. ചോറുണ്ടാനായിട്ട് ഇത് തന്നെ ധാരാളം. ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം എന്നെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണണമെങ്കിൽ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.